യുക്രൈനിൽ നിന്ന് ഷുവേഖ് തുറമുഖത്തെത്തിയ കണ്ടെയ്നറിൽ നിന്നാണ് 11 മില്യൺ അമേരിക്കൻ ഡോളർ വിലമതിക്കുന്ന കാപ്റ്റഗോൺ ഗുളികകളുടെ ശേഖരം ആന്റി നാർക്കോട്ടിക് വിഭാഗം പിടികൂടിയത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 2 കണ്ടെയ്നറുകളിലായി ചാർക്കോൾ ബാഗുകൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ മയക്കുമരുന്ന് കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ കസ്റ്റഡിയിലെടുത്തതായി ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഒരു സൗദി പൗരനും സിറിയക്കാരനുമാണ് പിടിയിലായത്. അന്താരാഷ്ട്ര ബന്ധമുള്ള മയക്കുമരുന്ന് ലോബിയിലെ കണ്ണികളായ ഇവർ രാജ്യത്തെ മയക്കുമരുന്ന് വിൽപ്പനക്കാർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഏജന്റുമാരാണെന്നാണ് നിഗമനം. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഇവരെ പ്രത്യേക വിഭാഗത്തിന് കൈമാറി. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ഖാലിദ് അൽ ഹമദ് അൽ സബാഹ് ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിലെത്തി മയക്കുമരുന്ന് വേട്ടയ്ക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ചു. രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന മയക്കുമരുന്ന് ലോബികളെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടുമെന്ന് ആഭ്യന്തരമന്ത്രി പ്രസ്താവിച്ചു. തുർക്കിയിൽ നിന്ന് ഷുവേഖ് തുറമുഖം വഴിയെത്തിയ 25 മില്യൺ ദിനാർ വിലമതിക്കുന്ന കാപ്റ്റഗോൺ ശേഖരം കഴിഞ്ഞ മാസം ആന്റി നാർക്കോട്ടിക് വിഭാഗം പിടികൂടിയിരുന്നു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി.